രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി എങ്ങോട്ടാണെന്നാലും ചിന്തിക്കുന്നുണ്ട്. എങ്ങോട്ടാ? വേറെ എവിടേക്കല്ല, കാച്ചുൻ്റെ സ്കേറ്റിംഗ് ക്ലാസ്സിലേക്ക്. 7:30ക്കുള്ള ക്ലാസ്. നമ്മളെത്തിയത് 8 മണിക്കാണ് കേട്ടോ. പെട്രോൾ അടിച്ചും റോഡ് നരങ്ങി നമ്മളവിടെ എത്തിയപ്പോൾ ഈ സമയമായി. അവിടെ എത്തിയപ്പോഴോ അതേ കേൾക്കുന്നൊരു ഇത് വേറെ ആരുമല്ല, കാജുൻ്റെ സ്കേറ്റിംഗ് ക്ലാസ്സിൽ നീളാന്ന് പറഞ്ഞിട്ടുള്ള മോളുണ്ട് കേട്ടോ. അവളുടെ റേഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്ന കവിതയാണ്. സംഭവം അടിപൊളിയായിട്ട് അവൾ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കേറ്റിംഗ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നല്ല വിഷയം. അപ്പോൾ മാഗിയൊക്കെ ഉണ്ടാക്കി. പക്ഷേ മാഗിയുടെ ടേസ്റ്റ് ഞങ്ങൾക്ക് എന്തോ പിടിച്ചില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബണ്ണ് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ടാനായിട്ട് ഇത് ചിക്കൻ കറിയാണ്. ചെറുള്ളി മാത്രം ഇട്ടിട്ടുള്ള ചിക്കൻ കറി കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എരിവ് അധികം കഴിഞ്ഞിട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ഒരു പിടി 6 മണിയാകുമ്പോഴേക്കും വീട്ടിലെ പണികളൊക്കെ ഒതുക്കിയതിന് ശേഷം കുളിച്ച് ഇതേ വിളക്ക് വെച്ചു കേട്ടോ. ഇനി വേറെ ഒന്നുമില്ല, കട്ടൻ ചായ ഉണ്ടാക്കുക. പാൽ ചായ വേണ്ട, കട്ടൻ ചായ മതി എന്ന് പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജോലി കഴിഞ്ഞ് ഏട്ടൻ വന്നപ്പോൾ കുറച്ച് എണ്ണക്കടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് മുളക് ബജി, കായ് ബജി, പിന്നെ കോളിഫ്ലവറിൻ്റെ ബജിയൊക്കെ. ഈ ഇടയായിട്ട് ചേട്ടൻ്റെ ശീലമാണ് കേട്ടോ കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞ് വെച്ച് കുടിക്കുക എന്നുള്ളത്. കാച്ചുവിനാണെങ്കിൽ ഇങ്ങനെ കുടിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും അപ്പോൾ അത് നന്നായി കുടിക്കുന്നുണ്ട് കേട്ടോ. സംഭവം വേറൊന്നുമില്ല, സുലൈമാനിയുടെ വേറൊരു വേർഷൻ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വൈകിട്ട് ഒരു 7 ആകുമ്പോഴേക്കും നമ്മളിത് നല്ല മുരിഞ്ഞ ദോശയും ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറിയും കൂട്ടി കഴിച്ചിട്ടോ. നല്ല കോമ്പിനേഷൻ ആയിരുന്നു, കാരണം അധികം എരിവില്ലല്ലോ കറി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുന്നതിനെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.